ലോകത്തെവിടെയായാലും മലയാളിക്ക് സ്വന്തം നാടുപോലെ പ്രിയങ്കരമാണ് MD എന്ന രണ്ടക്ഷരം. 4 തലമുറകൾ വായിച്ചിട്ടും തീരാത്ത അക്ഷയഖനി. മലയാളമുള്ളിടത്തോളം മലയാളത്തിന്റെ ഈ മഹാപ്രതിഭയ്ക്ക് മരണമില്ല. റിപ്പോർട്ടിലേക്ക്. കാലം കൂലംകുത്തി കടന്നുപോകും, എല്ലാം മാറും. സ്ഥലരാശികൾ, കാഴ്ചകൾ, അഭിരുചികൾ. മനുഷ്യ മനസ്സ് പക്ഷേ കുറ്റിയിൽ കെട്ടിയിട്ട തോണിയെപ്പോലെ തന്നെ. ഞാനെന്ന കുറ്റി. MTയുടെ കാലത്തിൽ കൊത്തിയ വരികളാണിത്. കൂടല്ലൂരിലെ കൂട്ടക്കടവിൽ കുറ്റിയിൽ കെട്ടിയിട്ട തോണിയാണ് താനെന്നെഴുതിയ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ തന്നെയാണ് അതേ ഇട്ടാവട്ടത്തിൽ വെച്ച് കാലത്തെയും ലോകത്തെയും പ്രപഞ്ചത്തെയും കഥകളായി കൈവെള്ളയിലിട്ട് അമ്മാനമാടിയത്. കാലവും നാലുകെട്ടും മഞ്ഞും അസുരവിത്തും ഇരുട്ടിന്റെ ആത്മാവും കുട്ടിയെടുത്തിയും ഓപ്പോളും ഓളവും തീരവും രണ്ടാമൂഴവും വാരണാസിയും എന്നുവേണ്ട ആ പേനയിൽ നിന്ന് പ്രവഹിച്ച കഥകളായ കഥകളും നോവലായ നോവലകളുമെല്ലാം അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ ഉള്ളിലൊളിപ്പിച്ച മഹാസമുദ്രത്തേക്കാൾ അറിയുന്ന ആ നിളാതീരത്തിന്റെ ഇതിഹാസങ്ങൾ തന്നെയാണ്. ഭാരതപ്പുഴ മൊഴിമാറിയത് തന്നെയാണ് ഒരർത്ഥത്തിൽ വാരണാസിയിലെ ഗംഗയും മഞ്ഞിലെ നൈനിത്താളും. MT സ്വന്തം അന്തരീക്ഷത്തിൽ വെച്ചല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. രണ്ടാമൂഴത്തിലെ ഭീമൻ പോലും അപമാനിതനും നിഷ്കാസിതനുമായ ഒരു വള്ളുവനാടൻ നായരാണ്. തകർച്ചയുടെ ഇതിഹാസങ്ങളിലൂടെ MT എഴുതിയ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിന്റെ കഥയാണ് സാഹിത്യം. ബാൽസാക്കിന്റെ നോവലുകളെ ചരിത്ര പുസ്തകത്തേക്കാൾ വലിയ ചരിത്ര പുസ്തകമെന്ന് മാർക്സ് വിശേഷിപ്പിച്ചതുപോലെ ചരിത്രത്തിന്റെ മറ്റൊരു മായാജാലമാണ് MT കഥകൾ. MTയെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരു മലയാള എഴുത്തുകാരനില്ല. കഥയിലും നോവലിലും എന്ന പോലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമാണ് MT. ഏറ്റവും മികച്ച നിരൂപകനും ഏറ്റവും മികച്ച ഉപന്യാസകാരനും ഏറ്റവും മികച്ച ബാലസാഹിത്യകാരനുമാണ് MT. ഗോപുരനടയിൽ പോലെ ഏറ്റവും മികച്ച നാടകങ്ങളും എഴുതിയിട്ടുണ്ട് MT. വളർത്തുമൃഗങ്ങളിൽ മികച്ച ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. സാഹിത്യത്തിലെ വലിയ കുതിപ്പുകൾ കണ്ടെത്തിയ MTയേക്കാൾ വലിയ പത്രാധിപരില്ല, വലിയ വായനക്കാരനുമില്ല. 1995 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. 2005 പത്മഭൂഷൺ, 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും ജെസി ഡാനിയൽ പുരസ്കാരവും, 5 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, 4 തവണ സംസ്ഥാന പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വേറെയും. ആ ജീവിതം ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും കഥ തുടരുന്നു. എത്രയോ മരണങ്ങൾ കാമുഖമായി മലയാളി ഉപയോഗിച്ച് ക്ലീശയായ മഞ്ഞിലെ അതേ MTN വാക്യം തന്നെ ഉരുവിടാം. മരണം രംഗബോധമില്ലാത്തൊരു കോമാളി തന്നെ. അകലെയുള്ള ഈ ചക്രവാളത്തിലേക്ക് ഒരടിയെങ്കിൽ ഒരടി വെച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുക, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിമഹത്തായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്കറിയുന്ന ഭാഷ, എനിക്കറിയുന്ന ജീവിതം, എൻ്റെ കഥാപാത്രങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ്. ബിജുമുത്തത്തി, കൈരളി ന്യൂസ്.